ഈ വർഷം പേഴ്സണലി എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച ഒരു കാഴ്ചയിൽ ഒന്ന് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഇൻസ്റ്റഗ്രാമിലെ ഒരു പോസ്റ്റാണ്. അതായത് അമേരിക്കയിലെ ഒരു 70mm ഐമാക്സ് തിയേറ്ററിൽ ഇന്റർസ്റ്റെല്ലാർ എന്ന സിനിമ വീണ്ടും പ്രദർശനത്തിനെത്തിയതിന്റെ കുറച്ച് ചിത്രങ്ങൾ. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഇൻസ്റ്റാ സ്റ്റോറിയിൽ വളരെ യാദൃശികമായിട്ടാണ് ഞാൻ ആ ചിത്രം കണ്ടത്. അതിനകത്ത് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അവൾക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചു എവിടെ നിന്നാണ് ഈ ചിത്രം കിട്ടിയത്. അപ്പോഴാണ് അവൾ എനിക്ക് ആ ഇൻസ്റ്റാ ലിങ്ക് അയച്ചു തരികയും എന്നിട്ട് എന്നോട് പറയുകയും ചെയ്തു, സ്വതവേ ഞാനിതൊക്കെ വളരെ റിസർവ്ഡ് ആയിട്ട് ആർക്കും അയച്ചു കൊടുക്കാതെ സൂക്ഷിക്കുന്ന ചില കാര്യങ്ങളാണ്. പക്ഷേ ടുഡേ ഐ ഫീൽ ലൈക്ക് എ ബെറ്റർ പേഴ്സൺ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ നിനക്ക് അയച്ചു തരുന്നത്. സോ ഐ ഹാവ് റിപ്ലൈ ടു ഹെർ, മേ ബി ഐ എം ദ ലക്കിയസ്റ്റ് പേഴ്സൺ ടുഡേ. എന്നിട്ട് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 4-5 പേർക്ക് അത് വെറുതെ അയച്ചു കൊടുത്തു. അവരിൽ അത് എത്രമാത്രം എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പേഴ്സണലി ആ ചിത്രങ്ങൾ എന്നെ വളരെയധികം സന്തോഷിപ്പിക്കും. ഞാനൊരു സ്വപ്ന ലോകത്ത് എത്തിയപ്പെട്ടതുപോലെ തോന്നും. അല്ലെങ്കിൽ ഒരു സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വപ്ന തുല്യമായ ഒരു കാഴ്ച എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു പക്ഷേ ഈ ചിത്രത്തിൽ കാണുന്ന ചിത്രങ്ങളായിരിക്കും. ഇന്റർസ്റ്റെല്ലാറോ ക്രിസ്റ്റഫർ നോളനോ ഒന്നുമല്ല ലോക സിനിമയുടെ അവസാനം, അല്ലെങ്കിൽ ലോകത്ത് എത്രയോ മഹത്തായ ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് മഹത്തായ ചിത്രമാണ് അല്ലെങ്കിൽ ഇത് മാത്രമാണ് മഹത്തായ സംഭവം എന്നൊന്നും വാദിക്കുകയില്ല. പക്ഷേ പേഴ്സണലി എനിക്ക് സന്തോഷം തരുന്ന അല്ലെങ്കിൽ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ചിത്രങ്ങളിൽ, അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ സംഭവങ്ങളിൽ, അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സാധ്യത ഇതാണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടങ്ങളും നിങ്ങളുടേതായ സന്തോഷങ്ങളും ഉണ്ടായിരിക്കും. ഈ വർഷം നിങ്ങൾ കണ്ടത് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച എന്താണ്? അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മനോഹരമായ